ലോകം ഒരൽപ്പം ആശ്വസിച്ചതായിരുന്നു. അമേരിക്കൻ ബോംബറുകൾ വിശ്രമത്തിലേക്ക് മാറിയപ്പോൾ ഗൾഫ് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് എല്ലാവരും കരുതി. എണ്ണവില കുറച്ചൊന്ന് കുറഞ്ഞു വരികയുമായിരുന്നു. എന്നാൽ ആ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റിച്ചുകൊണ്ട് ഹോർമൂസ് കടലിടുക്ക് വീണ്ടും സംഘർഷഭരിതമാവുകയാണ്. അമേരിക്ക ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അവരുടെ ദൗർബല്യമായി കണ്ട് ഒളിപ്പോരുകളിലൂടെയും പ്രകോപനങ്ങളിലൂടെയും വീണ്ടും ആക്രമണം അഴിച്ചുവിടുകയാണ് ഇറാൻ. സമാധാനത്തിന് പുല്ലുവില കൽപ്പിക്കുന്ന ഇറാന്റെ തനിനിറം വീണ്ടും ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയാണ്. പശ്ചിമേഷ്യയിൽ വീണ്ടും ചോരപ്പുഴ ഒഴുക്കാനുള്ള ഗൂഢലക്ഷ്യത്തോടെയാണ് ഇറാന്റെ ഈ പുതിയ നീക്കങ്ങൾ. ഒരു കാരണവശാലും ആഗോള എണ്ണവില കുറയാൻ അനുവദിക്കില്ല എന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഇറാൻ. അമേരിക്ക താൽക്കാലികമായി ആക്രമണം നിർത്തിവെച്ചതിന് പിന്നാലെ ജോർദാനിലും ഇറാഖിലും വീണ്ടും ഡ്രോൺ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതായത് സമാധാന ചർച്ചകൾക്ക് യാതൊരു വിലയും നൽകാൻ ഈ രാജ്യത്തെ ഭരണകൂടം തയ്യാറല്ല എന്ന് ഇറാൻ വ്യക്തമാക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ആഗോള വ്യാപാരം പൂർണ്ണമായും തങ്ങളുടെ കാൽക്കീഴിലാണെന്ന ധിക്കാരമാണ് ഇറാൻ ഇപ്പോൾ കാണിക്കുന്നത്. തങ്ങളുടെ അനുമതിയില്ലാതെ ഹോർമൂസിലൂടെ കടക്കാൻ ശ്രമിച്ച 6 വമ്പൻ കപ്പലുകളെയാണ് ഇറാൻ ഇതിനോടകം തടഞ്ഞ് തിരിച്ചയച്ചത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാര പാതയെ തങ്ങളുടെ സ്വന്തം സ്വത്തായി കണ്ട് അക്ഷരാർത്ഥത്തിൽ യുദ്ധക്കളമാക്കുകയാണ് ഈ തീവ്ര നിലപാടുകാർ. കഴിഞ്ഞ 2 ആഴ്ചയായി ഇറാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക കേന്ദ്രങ്ങൾക്ക് മുകളിൽ അമേരിക്ക തീമഴ പെയ്യുകയായിരുന്നു. തുടർച്ചയായ 13 രാത്രികളിൽ ഇറാന്റെ സൈനിക താവളങ്ങളും തുരങ്കങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ അമേരിക്കൻ വ്യോമസേന ചുട്ടരിച്ചു. ഒടുവിൽ അമേരിക്കയ്ക്ക് നേരിയ ആയുധക്ഷാമം ഉണ്ടായതോടെയാണ് സമാധാനത്തിനൊരു അവസരം നൽകിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ സൈനിക നീക്കം താൽക്കാലികമായി നിർത്തിവെച്ചത്. അമേരിക്കൻ ആക്രമണം അവസാനിച്ച വാർത്ത പുറത്തു വന്നതോടെ ആഗോള വിപണിയിൽ എണ്ണവില 8% കുറയുകയും ചെയ്തിരുന്നു. എന്നാൽ ലോകം ആഗ്രഹിക്കുന്ന സമാധാനം ഇറാന് വേണ്ട. തങ്ങളെ വിശ്വസിച്ച ആയുധം താഴെ വയ്ക്കുന്നവരെ പിന്നിൽ നിന്ന് കുത്തുന്ന സ്ഥിരം തന്ത്രമാണ് ഇറാൻ വീണ്ടും പയറ്റുന്നത്. അമേരിക്കൻ സൈന്യം ആക്രമണം നിർത്തിയതോടെ ഇറാൻ സമാധാന ചർച്ചകൾക്കായി യാചിക്കുകയാണെന്നാണ് അമേരിക്കൻ വൃത്തങ്ങൾ സൂചിപ്പിച്ചത്. ഇത് ഇറാനെ പ്രകോപിപ്പിച്ചു. സമാധാനത്തിനായി അപേക്ഷിക്കുന്നത് തങ്ങളുടെ DNA ഇല്ലാത്ത കാര്യമാണെന്നാണ് ഇറാന്റെ വിദേശകാര്യ വക്താവ് പറയുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ തങ്ങളുടെ സ്വന്തം നിബന്ധനകളും വലിയ തുകയുടെ ട്രാൻസിറ്റ് ഫീസും അടിച്ചേൽപ്പിക്കാനാണ് ഇറാന്റെ നീക്കം. പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഗുണ്ടാപ്പിരിവ്. ഇതിനു പുറമെ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ ചെങ്കടലിലെ സൗദി അറേബ്യയുടെ എണ്ണ കമ്പനികൾക്ക് നേരെ ഉപരോധം പ്രഖ്യാപിച്ചതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ വലിയ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഭീകര ശൃംഖലയായി ഇറാനും അവരുടെ തീവ്രവാദ സുഹൃത്തുക്കളും മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ അമേരിക്ക എത്ര നാൾ സംയമനം പാലിക്കുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്ത പങ്കാളിയായിട്ടുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വൈറ്റ് ഹൗസിലെത്തി ഡൊണാൾഡ് ട്രംപുമായി നിർണായക ചർച്ചകൾ നടത്തുന്ന സമയത്ത് തന്നെയാണ് ഇറാന്റെ ഈ പുതിയ പ്രകോപനങ്ങൾ ഉണ്ടാകുന്നത്. അനാവശ്യമായി ചൊറിയാൻ പോകുന്ന ഇറാന്റെ നിലപാടുകൾ അവരെ കൊണ്ടെത്തിക്കാൻ പോകുന്നത് വലിയൊരു ദുരന്തത്തിലേക്കായിരിക്കും എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അമേരിക്കൻ സൈന്യവും ഇസ്രായേൽ ഫോഴ്സും ഒരിക്കൽ കൂടി ഒരുമിച്ച് ആയുധമെടുത്താൽ അത് ഇറാന്റെ സമ്പൂർണ്ണ പതനത്തിന് തന്നെ ആയിരിക്കും അവസാനിക്കുക. ന്യൂസ് ഡെസ്ക്.